ലിവർപൂളിനോട് തോറ്റുമടങ്ങുമ്പോഴും ആൻഫീൽഡിന് നടുവിൽ നിന്ന് ഗാർഡിയോള തന്റെ 6 വിരലുകൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. തുടർച്ചയായ തോൽവികളാൽ നിങ്ങളെ മാഞ്ചസ്റ്റർ സിറ്റി പുറത്താക്കും എന്ന് പരിഹസിച്ച ലിവർപൂൾ കാണികൾക്ക് മുന്നിൽ താൻ നേടിയ 6 പ്രീമിയർ ലീഗ് കിരീടങ്ങളെ സൂചിപ്പിച്ച് വിരലുകൾ ഉയർത്തിയായിരുന്നു ഗാർഡിയോള പ്രതികരിച്ചത്. പ്രതിസന്ധിക്ക് നടുവിലും തന്റെ ഭൂതകാലത്തെ ഓർത്ത് അഭിമാനം പ്രകടിപ്പിക്കുമ്പോഴും പെപ് ഗാർഡിയോള എന്ന മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ ആശങ്കകളാൽ വട്ടം ചുറ്റുകയാണെന്ന് ഉറപ്പാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്കും പെപ് ഗാർഡിയോളയ്ക്കും ഇത് ദുരിതകാലമാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തുടർച്ചയായ 4ാം പരാജയമാണ് ഗാർഡിയോളയ്ക്ക് കീഴിൽ സിറ്റി കഴിഞ്ഞ ദിവസം ലിവർപൂളിനെതിരെ ഏറ്റുവാങ്ങിയത്. ജയമറിയാതെ പൂർത്തിയാകുന്ന തുടർച്ചയായ 7ാം മത്സരം. 6 മത്സരങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഒരു മത്സരം തോൽവിക്ക് സമാനമായ സമനിലയായിരുന്നു ഫലം. ഒരു ശരാശരി പരിശീലകന് ഇത്തരം സാഹചര്യങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ സ്പാനിഷുകാരൻ പെപ് ഗാർഡിയോളയെ സംബന്ധിച്ച് ഇത് അത്ര പരിചിതമല്ല. ഗാർഡിയോള സിറ്റിയുടെ പരിശീലക ചുമതല ഏറ്റെടുത്ത ശേഷം ഇത്രയും മത്സരങ്ങൾ വിജയമറിയാതെ പൂർത്തിയാക്കുന്നത് ഇതാദ്യമായാണ്. അതിനാൽ ഇനിയും വിജയമില്ലാ കളി തുടർന്നാൽ സിറ്റി ആരാധകർ ക്ഷമിക്കുമെന്ന് ഗാർഡിയോളയ്ക്കും ഉറപ്പുണ്ടാവില്ല. ടീമിന്റെ നിലവിലെ പ്രകടനത്തിൽ അദ്ദേഹം അത്രത്തോളം അസന്തുഷ്ടനാണ്. കഴിഞ്ഞയാഴ്ച നടന്ന ഫെയ്നോർദിനെതിരായ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് ശേഷം മുഖത്തും തലയിലും മുറിപ്പാടുകളുമായി കാണപ്പെട്ട ഗാർഡിയോളയോട് മാധ്യമപ്രവർത്തകർ കാരണം അന്വേഷിച്ചു. ഈ പ്രകടനം കണ്ട് എനിക്ക് എന്നെ തന്നെ മുറിവേൽപ്പിക്കാൻ തോന്നി എന്നായിരുന്നു ഗാർഡിയോളയുടെ മറുപടി. 75 മിനിറ്റ് വരെ 3 ഗോളിന് മുന്നിട്ട് നിന്ന ശേഷമാണ് ഫെയ്നോർദിനെതിരായ മത്സരം സിറ്റി സമനില വഴങ്ങിയത്. ഈ സീസണിൽ 21 മത്സരങ്ങളിലാണ് പെപ്പ് ടീമിനെ കളത്തിലിറക്കിയത്. ഇതിൽ 11 മത്സരങ്ങളിൽ വിജയിച്ചപ്പോൾ 6 മത്സരങ്ങളിൽ പരാജയവും 4 മത്സരങ്ങളിൽ സമനിലയുമായിരുന്നു ഫലം. നിലവിൽ 13 മത്സരങ്ങളിൽ നിന്ന് 23 പോയിന്റുമായി പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ 5ാമതാണ് സിറ്റി. ചാമ്പ്യൻസ് ലീഗിൽ 5 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റോടെ 8ാമതുമാണ്. ഒക്ടോബർ 26-ന് സതാംപ്ടനെതിരെ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിലാണ് സിറ്റി അവസാനമായി ഒരു ജയം നേടിയത്. പിന്നീട് ഒക്ടോബർ 31-ന് നടന്ന EFL കപ്പ് പ്രീ ക്വാർട്ടറിൽ ടോട്ടൻഹാമാണ് സിറ്റിയുടെ പരാജയ വഴി തുറന്നത്. അന്ന് 2-1 ടോട്ടനം സിറ്റിയെ തോൽപ്പിച്ചത്. പിന്നീട് നവംബർ 2-ന് ബേൺമൗത്തിനെതിരായ പ്രീമിയർ ലീഗ് മത്സരത്തിലും സിറ്റി തോൽവി രുചിച്ചു. അന്നും 2-1 സിറ്റിയുടെ പരാജയം. തുടർന്ന് നവംബർ 6-ന് നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ പോർച്ചുഗീസ് ക്ലബ്ബ് സ്പോർട്ടിങ്ങിനോട് കനത്ത പരാജയമാണ് സിറ്റി ഏറ്റുവാങ്ങിയത്. 1-നെതിരെ 4 ഗോളുകൾക്കായിരുന്നു ഗാർഡിയോളയും സംഘവും സ്പോർട്ടിങ്ങിനോട് അടിയറവ് പറഞ്ഞത്. 2 ദിവസത്തിനു ശേഷം നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ ബ്രൈറ്റണും സിറ്റിയെ തകർത്തു. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു അന്നും സിറ്റിയുടെ തോൽവി. തുടർന്ന് ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ടോട്ടനത്തിനെതിരായിരുന്നു സിറ്റിയുടെ ആദ്യ മത്സരം. ഇടവേളയ്ക്ക് ശേഷം ജയം മോഹിച്ച് സ്വന്തം തട്ടകമായ ഇത്തിഹാദിലിറങ്ങിയ സിറ്റിക്ക് ഇരുട്ടടിയാണ് ടോട്ടനം നൽകിയത്. എതിരില്ലാത്ത 4 ഗോളിനായിരുന്നു സിറ്റിയുടെ പരാജയം. ഇതോടെ തുടർച്ചയായ 5ാം പരാജയമാണ് സിറ്റി ഏറ്റുവാങ്ങിയത്. പിന്നീട് ഫെയ്നോർദിനെതിരായ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ സമനില. അവസാനം ലിവർപൂളിനോട് ആൻഫീൽഡിലും കീഴടങ്ങി. എതിരില്ലാത്ത 2 ഗോളിനാണ് ലിവർപൂൾ സിറ്റിയെ വീഴ്ത്തിയത്. നാളെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെയാണ് സിറ്റിയുടെ അടുത്ത മത്സരം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്വന്തം തട്ടയത്തിൽ തന്നെ വിജയവഴിയിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സിറ്റി. ഒരു വശത്ത് പെപ് ഗാർഡിയോളയുടെ ദുരിതകാലമാണെങ്കിൽ മറുവശത്ത് ഡച്ച് പരിശീലകൻ ഇംഗ്ലണ്ടിൽ വിജയക്കുതിപ്പിലാണ്. ആർനെ സ്ലോട്ട് എന്ന ഡച്ചുകാരന് കീഴിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സർവാധിപത്യം തുടരുകയാണ് ലിവർപൂൾ. കഴിഞ്ഞ ദിവസം സിറ്റിയെയും പരാജയപ്പെടുത്തിയതോടെ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനം അരക്കെട്ടുറപ്പിക്കുകയാണ് സ്ലോട്ടിന്റെ ലിവർപൂൾ. നിലവിൽ 13 മത്സരങ്ങളിൽ നിന്ന് 34 പോയിന്റാണ് ലിവർപൂളിന്റെ സമ്പാദ്യം. 25 പോയിന്റുള്ള ആഴ്സണലാണ് പട്ടികയിൽ 2ാമത്. 46-കാരനായ ആർനെ സ്ലോട്ട് ലിവർപൂളിന്റെ ചുമതല ഏറ്റെടുത്തിട്ട് 155 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ ഇതിനകം അദ്ദേഹം പരാജയപ്പെടുത്തിയ പരിശീലകരുടെ ലിസ്റ്റിൽ പ്രമുഖരെല്ലാം ഉണ്ട്. കാർലോ ആൻചെലോട്ടി, പെപ് ഗാർഡിയോള, സാബി അലോൺസോ, എറിക് ടെൻ ഹാഗ് തുടങ്ങിയവരുടെ എല്ലാം ടീമുകളെ സ്ലോട്ടിന് കീഴിൽ ലിവർപൂൾ തകർത്തെറിഞ്ഞു. ഈ സീസണിൽ ഡച്ച് ക്ലബ്ബ് ഫെയ്നോർഡിൽ നിന്നാണ് ആർനെ സ്ലോട്ട് ലിവർപൂളിന്റെ തലപ്പത്തെത്തുന്നത്. യുർഗൻ ക്ലോപ്പിന്റെ പകരക്കാരനാവാൻ സ്ലോട്ടിന് കഴിയുമോ എന്ന് ആശങ്ക പ്രകടിപ്പിച്ചവർ ഇന്ന് സ്ലോട്ടിനെ പുകഴ്ത്താൻ മത്സരിക്കുകയാണ്. 20 മത്സരങ്ങളിലാണ് ആർനെ സ്ലോട്ട് ഈ സീസണിൽ ലിവർപൂളിനെ പരിശീലിപ്പിച്ചത്. ഇതിൽ 18 വിജയിച്ചു. 1 മത്സരം സമനിലയും 1 തോൽവിയും വഴങ്ങി. പ്രീമിയർ ലീഗിൽ 13 മത്സരങ്ങളിൽ നിന്ന് 11 ജയം, 1 സമനില, 1 തോൽവി. ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച 5 മത്സരങ്ങളിലും ജയത്തോടെ 15 പോയിന്റുമായി 1ാമത്. EFL കപ്പിൽ കളിച്ച 2 മത്സരങ്ങളിലും ജയിച്ച് ക്വാർട്ടർ ഉറപ്പിച്ചിട്ടുണ്ട്. നാളെ പ്രീമിയർ ലീഗിൽ ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെയാണ് ലിവർപൂളിന്റെ മത്സരം. കണ്ടറിയാം ലിവർപൂൾ ആർനെ സ്ലോട്ടിനു കീഴിൽ ഇപ്പോൾ നടത്തുന്ന ഈ വിജയക്കുതിപ്പ് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകുമോ എന്ന്. Way2Nikah.com, the exclusive Muslim matrimonial site.